മഹാരാഷ്ട്രയിലുള്ള ഒരു പയ്യൻ അത് വാങ്ങിയത് 28 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. ഈ പേപ്പർ എങ്ങനെ കേരളത്തിൽ എത്തിയെന്ന് വെച്ചാൽ രാജസ്ഥാൻ കൺസൾട്ടൻസിയുള്ള ഒരാളുടെ ഫ്രണ്ടാണ് കേരളത്തിൽ MBBS പഠിക്കുന്ന സ്റ്റുഡൻറ്റ്. ആദ്യം പഠിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ജനങ്ങൾ ഫുൾ ഇറങ്ങിയ ഒരു പോലീസിനെ കൊണ്ടും ഒരു നേതാവിനെ കൊണ്ടും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 5 വിരലിൽ എണ്ണാവുന്ന അത്ര വീഡിയോസ് പോലും പൊളിറ്റിക്കൽ പരമായിട്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിന് 2 റീസണാണുള്ളത്. ഒന്ന്, എനിക്ക് പൊളിറ്റിക്സ് സംസാരിക്കാൻ വലിയ ഇഷ്ടമല്ല. കാരണം എനിക്കറിയാം എത്രയൊക്കെ സംസാരിച്ചാലും ഇനിയൊരു 10-20 കൊല്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ കാലശേഷം അല്ലാണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോൾ വരാൻ പോകുന്നില്ല. ഇനി അതുകൊണ്ട് തന്നെ എനിക്കിത് സംസാരിക്കാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ കുറിച്ചിട്ട് എല്ലാം അറിയുന്നൊരു വ്യക്തിയോ അല്ല. ഇങ്ങനെ ഇപ്പം ഞാൻ അത്രത്തോളം ഞാൻ ഈ പൊളിറ്റിക്സിന് ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ഞാൻ സംസാരിക്കണമെങ്കിൽ അത്രത്തോളം നോളജ് ഉണ്ടാവണം. ഞാൻ ഏതിലെങ്കിലും ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഇത് രണ്ടും അല്ലാത്തടത്തോളം കാലം ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ് ഈ ഒരു വിഷയത്തിൽ. അതുകൊണ്ട് ഞാൻ ചെയ്യലേ ഇല്ല. എന്നാൽ ഇന്നലെ ഞാനിട്ട വീഡിയോന് താഴെ ഒരു കമൻറ്റ്, ഞാൻ ഇട്ട വീഡിയോന് താഴെ ഒരു കമൻറ്റ്, ഒരു ചെറിയൊരു പെൺകുട്ടി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചിട്ട് ചേച്ചി ഈ ഒരു ടോപ്പിക്ക് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച സമയത്ത് എനിക്ക് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള എൻ്റെ പെർസ്പെക്റ്റീവ് വേണമെന്ന് അവർ ആഗ്രഹിച്ചാൽ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം നേരം ഇരുന്ന് വീഡിയോ എടുത്തു. ഇനി അവർ മാത്രമല്ല, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ലക്ഷ്മി ഇന്നലെ നൈറ്റ് 8:30 എനിക്ക് സ്ക്രീൻഷോട്ട് തന്നിട്ട് കൊണ്ട് വേടാ അമിയ മലയാളം യൂട്യൂബേഴ്സ് അധികം പേര് ചെയ്തിട്ടില്ല, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൂടെ എന്ന് അവൾ മെസ്സേജ് അയച്ച സമയത്തും ഞാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളോട് താല്പര്യമുള്ള നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആവാം, ഫോളോവേഴ്സ് ആയിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്യാൻ പറയുമ്പം ആസ് പാർട്ട് ഓഫ് ലവ്, ആസ് പാർട്ട് ഓഫ് റെസ്പെക്ട്, ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി അത് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഉച്ച വരെ ഇരുന്നിട്ട് ഈ ഒരു സാധനത്തെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇരുന്ന് പഠിച്ച് അരച്ച് കലക്കി കുടിച്ച് ഞാൻ ബുക്കിലൊക്കെ ഇങ്ങനെ അപ്പുറവും ഇപ്പുറമൊക്കെ എഴുതി വെച്ച് ഞാൻ മാക്സിമം റെഫറൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്, പൊളിറ്റിക്കൽ പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ഇങ്ങനത്തെ സാമഗ്രികളൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. ആ കോൺട്രവേഴ്സീനെ മേജറായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളേ ഉണ്ടാവും. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, ഇപ്പം എല്ലാത്തിൻ്റെയും ഒരു തുടക്കം CJP ഒക്കെയാണ്. അതവിടെ കിടക്കട്ടെ. എനിക്കിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ നിങ്ങൾക്ക് ഇതിപ്പോൾ കാണിച്ചു തരാം. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിന്റെ മനോവിഷമത്തിൽ രാജസ്ഥാനിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സിക്കർ സ്വദേശി പ്രദീപ് മേഘ്വാളാണ് മരിച്ചത്. മികച്ച രീതിയിൽ മകൻ പരീക്ഷ എഴുതിയിരുന്നു എന്നും നീറ്റ് റദ്ദാക്കിയതിൽ പ്രദീപ് വലിയ വിഷമത്തിലായിരുന്നുവെന്നും മാതാപിതാക്കൾ ആരോപിച്ചു. ധനേഷ് രവീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ധനേഷ്, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടായിരിക്കും അവൻ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അത് റദ്ദാക്കി എന്ന് അറിഞ്ഞപ്പോൾ അത് വലിയ മനോവിഷമത്തിനിടയാക്കി. അത് തന്നെ ആയിരിക്കുമല്ലേ ആത്മഹത്യക്ക് കാരണം? എന്താണ് സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്? ഭാവിക സംഭവത്തിൽ ഇപ്പോൾ ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സിക്കറിൽ ആണ് ഈ വിദ്യാർത്ഥി ഈ നീറ്റ് പരിശീലനത്തിനായി എത്തിയത്. കഴിഞ്ഞ 3 വർഷമായി ഇത്തരത്തിൽ നീറ്റ് പരിശീലനത്തിലാണ് ഈ പ്രദീപ് മേഘ്വാള്. ഇയാളെ വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വീട്ടിലുള്ള ഈ സിക്കറിൽ അദ്ദേഹം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ മുറിക്കകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഈ മാതാപിതാക്കൾ പറയുന്നത് ഇക്കുറി നന്നായി പരീക്ഷ മകൻ എഴുതിയെന്നുള്ള കാര്യമാണ്. 650 മാർക്കെങ്കിലും മകന് ലഭിക്കുന്ന തരത്തിലേക്കടക്കം ചോദ്യപേപ്പറുകൾ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഒരൊറ്റ ന്യൂസാണ്. ഇതൊരു ന്യൂസല്ല. ഇങ്ങനത്തെ 20-ലധികം ന്യൂസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത്. എന്ന് വെച്ചാൽ 20-ലധികം കുട്ടികളാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിൻ്റെ പേരിൽ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കിയത് എന്നൊരു ചോദ്യം വരുമല്ലോ. ആ റദ്ദാക്കിയത് എന്ന ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. 22 ലക്ഷം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത നീറ്റ് എക്സാമിന്റെ പേപ്പർ ലീക്കായത് ഇങ്ങനെയാണ്. ജയ്പൂരിലുള്ള 2 പേര് പേപ്പർ ലീക്ക് ചെയ്തിട്ട് മഹാരാഷ്ട്രയിലുള്ള ഒരു പ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു. ആ പ്രസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ആരും അറിയാണ്ട് സീക്രട്ടായിട്ട് ജയ്പൂരിലുള്ള വേറെ 2 പേർക്ക് ആ പേപ്പറിന്റെ കോപ്പി സെൻഡ് ചെയ്ത് കൊടുത്തു. ജയ്പൂരിൽ നിന്നും ആ പേപ്പർ പോകുന്നത് ഹരിയാനയിൽ വർക്ക് ചെയ്യുന്ന ഇതിന്റെ മിഡിൽ മാൻ ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ അടുത്തേക്കാണ്. ഡോക്ടർ അവിടെ നിന്ന് നേരെ രാജസ്ഥാനിലേക്കുള്ള ഒരു കൺസൾട്ടേഷൻ കമ്പനിക്ക് പൈസയ്ക്ക് വേണ്ടി ആ പേപ്പർ കൈമാറി. പിന്നെ ആ പേപ്പർ പോയത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കായിരുന്നു. 30,000 മുതൽ 5 ലക്ഷം രൂപ വരെ കൊടുത്ത് വാങ്ങാൻ വേണ്ടി സ്റ്റുഡൻസ്
ഉണ്ടായിരുന്നു. ആൻഡ് നാഗപൂരിലുള്ള ഒരു പയ്യൻ അത് വാങ്ങിയത് 28 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. ഈ പേപ്പർ എങ്ങനെ കേരളത്തിൽ എത്തിയെന്ന് വെച്ചാൽ രാജസ്ഥാൻ കൺസൾട്ടൻസിയുള്ള ഒരാളുടെ ഫ്രണ്ടാണ് കേരളത്തിൽ MBBS പഠിക്കുന്ന സ്റ്റുഡൻറ്റ്. അയാൾക്ക് നേരെ 30,000 രൂപയ്ക്ക് പേപ്പർ വിറ്റപ്പം ആ സ്റ്റുഡൻറ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നേരെ വാട്സാപ്പിൽ കൂടെ അച്ഛന് ഫോർവേഡ് കൊടുത്തു. അച്ഛനാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഗേൾസ് PGയിലായിരുന്നു. അച്ഛനാണെങ്കിൽ ആ PGയിലുള്ള സ്റ്റുഡൻസിനെല്ലാം പേപ്പർ കൈമാറി. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എക്സാമിൻ്റെ തലേദിവസം, അതായത് മെയ് 2-ാം തീയതിയാണ്. എക്സാം കഴിഞ്ഞ് ഈ വൈറലായ പേപ്പറും ഒറിജിനൽ പേപ്പറും കൂടി കമ്പയർ ചെയ്ത കോച്ചിങ് ടീച്ചറാണ് ഈ കാര്യം ശ്രദ്ധിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു എന്ന് മാത്രമല്ല 90ഓളം ബയോളജി ക്വസ്റ്റ്യൻസും 45ഓളം കെമിസ്ട്രി ക്വസ്റ്റ്യൻസും സെയിം തന്നെയായിരുന്നു. പിന്നീട് അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ചെന്നെങ്കിലും റൂമേഴ്സ് സ്പ്രെഡ് ആക്കരുതെന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി. പിന്നെ അവർ NTAക്ക് മെയിൽ അയക്കുകയും പിന്നീടാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. ചുരുക്കി പറഞ്ഞ രാവും പകലും ഇല്ലാണ്ട് പഠിച്ച 22 ലക്ഷത്തോളം പിള്ളേരുടെ കഠിനാധ്വാനം ഫുള്ള് വേസ്റ്റായി. ഈ കാര്യങ്ങൾ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ സിസ്റ്റം വളരെ ഫെയിലാണ്. കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതോടുകൂടി എന്താ ചെയ്യാൻ പറ്റുക? ആ എക്സാം അവിടെ റദ്ദാക്കണം. അപ്പോൾ അങ്ങനെ റദ്ദാക്കി ചിലപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്തു. അതിൽ ഇവാലുവേഷൻ സൈഡ് ഓഫ് മിസ്റ്റേക്സ് ഉണ്ട്, അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇതാണ് സംഭവം. അപ്പോൾ ലീക്കായതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ ഈ ലീക്ക് ആവുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ലീക്ക് ആക്കണം. അപ്പോൾ ലീക്ക് ആക്കാൻ കാരണമായ ആ ഒരു വഴിയാണ് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ഒരു കോണ്ടന്റ് ക്രിയേറ്റർ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞത്. അത് ഞാൻ റിപ്പീറ്റ് എടുത്ത് പറയാൻ പോകുന്നില്ല. എനിക്ക് നീറ്റുമായിട്ട് എനിക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള 2 സ്റ്റോറീസ് ഉണ്ട്. അതിലൊരു സ്റ്റോറി എന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റർ, മീൻസ് കറക്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ മോള്. ഇവള് 2-3 കൊല്ലം നീറ്റിന് വേണ്ടി ഇരുന്ന് പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ 10 വരെ എൻ്റെ കൂടെ പഠിച്ച നസ്രി, അവള് ആദ്യം പാലയിൽ പോയി, പിന്നെ അവൾ കോഴിക്കോട് പോയി, അത് കഴിഞ്ഞതിന് ശേഷം അവൾ വയനാട് പഠിച്ചു, പിന്നെ അവൾ വീണ്ടും ഒറ്റയ്ക്കിരുന്ന് വീട്ടിൽ പഠിച്ച് ഈ 4 കൊല്ലം ഞാൻ അപ്പോഴേക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് PGക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അവൾ MBBSന് ഇവിടെ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഈ നീറ്റ് എന്ന് പറഞ്ഞാൽ എക്സാം പൊതുവെ അറ്റൻഡ് ചെയ്യുക 2 കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള ആൾക്കാർ, നമ്മൾ നമ്മുടെ ബേസിക് കോഴ്സ് +2 കഴിഞ്ഞതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്യുന്നു, ഒന്ന് എഴുതി നോക്കുന്നു. എനിക്ക് അത്ര തന്നെയായിരുന്നു. ഞാൻ വെറുതെ പോയി അപ്ലൈ ചെയ്തു. ഞാൻ കോഴിക്കോട് JDT കോളേജിൽ പോയിരുന്ന് എഴുതി. അന്ന് തന്നെ എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ, കമ്മലിടാൻ പാടില്ല, ഡ്രസ്സിൻ്റെ മുകളിൽ കുക്ക് പാടില്ല, ഷാൾ ഇടാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുന്ത്രാണ്ടുണ്ട്, ഫുൾ കൈയുള്ള ഡ്രസ്സ് പാടില്ല, അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടാണ് ഞാൻ ഈ എക്സാം പോയി എഴുതിയത്. എനിക്ക് അറിയുന്ന ചോദ്യങ്ങൾ എഴുതി, അതല്ലാണ്ട് ഞാൻ കുറച്ച് കാറ്റ് കണ്ടിരുന്നു. എഴുതുമ്പോൾ കുറേ എക്സാം ഇവാലുവേറ്റ് ചെയ്യാൻ കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുറേ ക്യാമറകൾ മുന്നിൽ കൂടെ പോകുന്നുണ്ട്, ഇങ്ങനെ കുറേ പരിപാടികൾ അപ്പുറത്തും ഇപ്പുറത്തും കയറ്റി നടക്കുന്നുണ്ട്. എന്നാൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ നീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഉറക്കമില്ല, ഭക്ഷണമില്ല, പരിപാടികളില്ല, കുടുംബമില്ല, കല്യാണമില്ല, എൻ്റർടൈൻമെൻറ്റിൽ ഒന്നുമില്ലാണ്ട് ഇരുന്ന് പഠിക്കുക, എങ്ങനെയെങ്കിലും കിട്ടണം, എങ്ങനെയെങ്കിലും എത്തണം, എങ്ങനെയെങ്കിലും ഈ അവസ്ഥയിലോട്ട് എത്തണം എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ സാമ്പത്തികമായി നല്ല ശേഷിയുള്ള കുടുംബങ്ങളും ഉണ്ട്. എന്നാൽ സാമ്പത്തികമായി വളരെ ഡൗണിൽ നിന്ന് എൻ്റെ മോളെ ഈ നിലയിൽ എത്തിക്കണം എന്ന് കരുതി കുടുംബത്തിലുള്ളത് ഇല്ലാത്തതുമായ സാധനങ്ങളെല്ലാം വിറ്റുപെറുക്കി മക്കളെ ഈ പല കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടുപോയി ഇടുന്ന പാരൻസും ഉണ്ട്. ഇതിൽ ഈ 2 കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അതിൽ ഈ എന്നെപ്പോലെയുള്ള ടീമുകളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി കാറ്റഗറി ഓഫ് ആൾക്കാർ ഇത്രയും എഫോർട്ട്, ഇതിൽ തന്നെ റിപ്പീറ്റേഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്. കാരണം ഒരു തവണ എഴുതി കിട്ടിയില്ല, വീണ്ടും എൻ്റെ ഫ്രണ്ട് നസ്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. അവൾക്ക് പാലയിൽ പഠിച്ചു കിട്ടിയില്ല, അവൾ കോഴിക്കോട് പഠിച്ചു കിട്ടിയില്ല, ബത്തേരി പഠിച്ചു കിട്ടിയില്ല, എന്നിട്ടും ഇരുന്നു 4-ാം കൊല്ലമാണ് അവൾക്ക് കിട്ടിയത്. ഞാൻ അപ്പോഴേക്ക് ഡിഗ്രി പാസ് ഔട്ട് ചെയ്ത് PGക്ക് കയറി. അപ്പോഴാണ് അവൾ ഫസ്റ്റ് ഇയറിൽ കയറുന്നത്. അവൾ ഇപ്പോഴും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഈ സമയത്ത് എങ്ങാനും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, കാരണം 5 ഇയർ അല്ലേ. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഈ കാറ്റഗറി ഓഫ് ആൾക്കാരുടെ തന്നെ ഊടും ഉറക്കും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് റാങ്ക് അല്ല. ഇവർ എഴുതുന്ന എല്ലാവർക്കും റാങ്ക് കിട്ടും, എനിക്ക് ഭയങ്കര ഹൈ ലെവൽ മാർക്ക് കിട്ടും, അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആഗ്രഹം ഉണ്ടാവും. അതിലുപരി ഇത്രയും കൊല്ലം, ഇത്രയും വർഷങ്ങൾ, ഇത്രയും ദിവസങ്ങൾ, ഇത്രയും രാത്രികൾ ഞാൻ വേർത്തൊലിച്ച് കളഞ്ഞതിൻ്റെ ഒരു റിസൾട്ടാണ് എൻ്റെ പേപ്പർ, എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ 20,000, 50,000, 40,000 കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ പേപ്പർ വാങ്ങി ഇതിപ്പോൾ ചോർന്നത് എന്തിനാണ് ചോർന്നത്? ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഈ കുട്ടികളുടെ ഇടയിൽ സെയിൽ ചെയ്യുക, അതിൽ ക്യാഷ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ടാലൻറ്റഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ടീമിനെ വലിച്ചു വരും മേലക്കയറ്റം ഇങ്ങനെ. അപ്പോൾ ഇത്രയും കുട്ടികളുടെ ഈ ഒരു പ്രതീക്ഷ, അവരുടെ ഹാർഡ് വർക്കാണ് ഒന്നും അല്ലാണ്ടായി പോകുന്നത്.
ഇപ്പം ഇവർ വർഷങ്ങളോളം കാലങ്ങളോളം എടുത്ത് പഠിച്ചെഴുതിയ ഒരു സാധനം നിങ്ങളുടെ അനാസ്ഥ മൂലം ഒരു ദിവസം വന്നാൽ റദ്ദാക്കി കേട്ടോ, കഴിഞ്ഞു കേട്ടോ, ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ, ഇനി മുമ്പോട്ടൊന്നും ഇല്ല കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റിൻ്റെ പേരിൽ രാവോളം ഇതിന് എഫോർട്ട് എടുത്തിട്ടുള്ള കുട്ടികൾ ഒന്നുമല്ല എന്ന് പറയുന്ന സാധനത്തിനോട് എങ്ങനെയാണ് യോജിക്കാൻ സാധിക്കുക? അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് കുട്ടികൾ ഇറങ്ങുന്നതും സംസാരിക്കുന്നതും നിങ്ങൾ പരിപാടി നിർത്തി പോകണമെന്നും പറയുന്നതിൽ പ്രത്യേകിച്ച് എന്ത് തെറ്റാണുള്ളത്? നിങ്ങളെ കൊണ്ട് മര്യാദയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ ഈ പേപ്പർ ചോടുന്നത്? പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് അവിടെ ആ സീറ്റ് കയറി ഇരിക്കുന്നത്? സിമ്പിളായി പറയും, എന്തിനാണ് സീറ്റ് കയറി ഇരിക്കുന്നത്? കാരണം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉള്ള ആൾക്കാരാണ് ഉണ്ടാവുക. അപ്പോൾ അവർ അത്രത്തോളം എഫോർട്ടും അതും കാര്യങ്ങളും ഒക്കെ അവരെടുക്കുന്നത് അവർക്ക് പഠിക്കണം, അവർക്ക് ജയിക്കണം, അവർ നല്ല നിലയിൽ എത്തിക്കണം എന്നാണ്. അപ്പോൾ കുറേ മേലിരിക്കുന്ന ഈറ്റുകളെല്ലാം കൂടെ കയറി വേണ്ടാത്ത തോന്നിവാസങ്ങൾ ചെയ്ത് പേപ്പർ ലീക്ക് ചെയ്ത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ് ചോദ്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു എക്സാം എന്ന് പറയുന്ന ഒരു സാധനം കണ്ടക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ടീമെല്ലാം കൂടി 25 ലക്ഷം 45 ലക്ഷവും കൊടുത്ത് വാങ്ങിയിട്ടുള്ള ടീമെല്ലാം കൂടെ കയറി ഡോക്ടർ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പഠിച്ചവർക്കൊക്കെ എന്ത് ഉണ്ടയ്ക്കാണ് ഉമാരൊക്കെ ഇരിക്കുന്നത്, എന്ത് തേങ്ങയ്ക്കാണ് ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പേജിൽ ഇട്ടിട്ട് ലീക്കാക്കണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും അങ്ങ് എഴുതട്ടെ, കുറേ ഡോക്ടർമാർ വരട്ടെ, കുറേ മെഡിക്കൽ കോളേജ് തുടങ്ങട്ടെ. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ വിഷയം എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുകൊണ്ട് മാത്രം. കുട്ടികൾ എത്ര എഫോർട്ട് ഇടും, കുട്ടികൾ എത്ര പഠിക്കുന്നുണ്ട്. 20-ലധികം കുട്ടികളാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇങ്ങനെ സ്വന്തം ജീവിതം എടുക്കുന്ന ഒരവസ്ഥയിലോട്ട് പോയത്. കാരണം അവരുടെ എഫോർട്ടാണ്, അവരുടെ ശ്രമമാണ്, അവരുടെ എല്ലാം കളഞ്ഞുകൊണ്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് അവരുടെ. അതൊന്നുമല്ല എന്ന് പറയുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പലരും ചില ആൾക്കാർ ഓക്കെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഇത് പഠിക്കുന്നതിൻ്റെ അടുത്തൊരു പ്രത്യേകത, എന്തായി, കിട്ടിയോ, കിട്ടിയില്ലേ, എന്താ കിട്ടാത്ത, പഠിച്ചില്ലേ, എത്ര ഒരു കൊല്ലം കണ്ട് കളഞ്ഞിട്ട് കിട്ടിയില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ടീമുകളുണ്ട്. കാരണം ഈ ടീമുകളുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ നീറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഉണ്ടയാണ്, നേരെ പോയി അങ്ങ് എഴുതുമ്പോഴേക്ക് ഈ ഉണ്ടെടുത്ത് നമ്മുടെ കയ്യിൽ തരും. അങ്ങനെയല്ലടോ, നല്ല പാടുള്ള നല്ല ബുദ്ധിയും തലയും വേണ്ട, അത്ര ബുദ്ധിയും തലയും ആക്കിയാലും എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഈ നാട്ടുകാരുടെ ചോദ്യങ്ങളുണ്ടാവും, ചിലപ്പോൾ വീട്ടുകാരുടെ വർത്തമാനങ്ങളുണ്ടാവും. പോയില്ലേ 1 വർഷം മോളെ, പോയില്ലേ മോളെ 2 വർഷം, പോയില്ലേ മോളെ 3 വർഷം എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ ഈ വർത്തമാനം ഉണ്ടാവും, ഈ ഡയലോഗ് ഉണ്ടാവും, ഈ ചൊറിച്ചിലുണ്ടാവും. ഇതൊക്കെ എന്ന് പറയുന്നത് കുട്ടികളെ ബാധിക്കും, കുട്ടികളെ എഫക്റ്റ് ചെയ്യും. അപ്പോഴാണ് കുട്ടികൾ ഇങ്ങനത്തെ തരത്തിലുള്ള സിറ്റുവേഷനിലോട്ട് പോകുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വോട്ട് കിട്ടിയിട്ടാണെങ്കിലും വോട്ട് കിട്ടാണ്ടാണെങ്കിലും ഇനി എൻ്റെ അപ്പൂപ്പൻ ഈ ഭരണ പാർട്ടിയിലാണ്, ഞാൻ ഈ പാർട്ടിയിൽ ഇങ്ങനെ നിന്ന് പോകാമെന്ന് പറഞ്ഞ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാം, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കുക. ഈ പണി ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പണിക്ക് നിൽക്കുക. ഇതിനൊന്നും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വോട്ട് യു ഡു ഇസ് വീട്ടിലിരിക്കുക, കാറ്റ് കൊള്ളുക, പഠിച്ച് എന്തെങ്കിലും പണിക്ക് പോവുക. അല്ല ഇനി ഒരു തുണിക്കടയിൽ പോയി തുണി എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും വലിയ തെറ്റില്ല. അല്ല സർക്കാർ തരുന്ന തൊഴിലുറപ്പ് ചെയ്ത് 357 ഉറുപ്പ്യ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല. കാരണം ഇങ്ങനത്തെ ഓരോ തോന്നിവാസങ്ങൾ ചെയ്യാൻ വേണ്ടി ആ കസാരയിൽ പോയി ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് അവർ ഇരിക്കുകയും ചെയ്യരുത്, ഇരുത്തിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇരുത്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ സീറ്റിൽ നിന്ന് എടുത്ത് കളയാനുള്ള ഒരു മനസ്സും ഉണ്ടാവണം. ഓക്കെ, ഇനി ഞാൻ വേറൊരു സാധനം നിങ്ങൾക്ക് സൈഡിൽ കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, ഒരു ലോഡ് പിള്ളേരാണ് ഇതിൽ നടക്കുന്നത്, ഒരു ലോഡ് പിള്ളേർ. അതിൽ ഞാൻ ഒരു പെൺകുട്ടിയുടെയും കൂടെ കാണിച്ചു തരാം. ഇവളൊക്കെ നല്ല അടിപൊളിയായി ചോദ്യം ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരുപാട് പിള്ളേർക്ക് ഈ പട്ടാള യൂണിഫോം ഇട്ട ബ്ലൂ ഡ്രസ്സ് ഇട്ട ചേട്ടന്മാരെ കയ്യിൽ നിന്നും ഇനി അതൊന്നും ഇല്ലാണ്ട് വെറുതെ ഡ്രസ്സ് ഇട്ട ചേട്ടന്മാരെ കയ്യിൽ നിന്നൊക്കെ നല്ല അടിയും ചവിട്ടും കുത്തുണ്ട്. അതിൽ ഒരുത്തൻ്റെ വീഡിയോ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കണ്ടു. ഞാൻ ഫുള്ള് പരതി എനിക്ക് കിട്ടിയില്ല. കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് ഒരു ചെക്കനെ വീത്തിടാൻ നോക്കുന്നത്, ഇങ്ങനെ കുറേ സാധനം നടക്കുന്നുണ്ട്. ഇതിവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ചേട്ടാ വാട്ട് ഈസ് ഡെമോക്രസി? ജനാധിപത്യം എന്നാണ് ഡെമോക്രസിയുടെ അർത്ഥം. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ മുകളിൽ ഇങ്ങനെ വലിയ ഭരിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ താഴെ ഭരിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് നമുക്കൊരു എഗെയിൻസ്റ്റ് അഭിപ്രായം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്തൂടെ? ഡെമോക്രസിയിൽ ചോദ്യം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം വളരെ ചെറിയ കാര്യങ്ങൾ വരെ ചോദിക്കാൻ പറ്റുന്ന ഈ ഒരു രാജ്യത്ത് ഇത്രയും വലിയൊരു കറപ്ഷൻ നടന്നിട്ട് പിള്ളേർ കാലങ്ങളോളം വർഷങ്ങളോളം പഠിച്ച് എക്സാം എഴുതുമ്പം അതിന് കുറച്ച് മുമ്പ് നിങ്ങൾ ചോദ്യപേപ്പർ ചോർച്ച ചെയ്ത് പിന്നെ എക്സാം റദ്ദാക്കി പിന്നെ ഇവാലുവേഷൻ നടത്തി പിന്നെ ഇവാലുവേഷനും അലമ്പാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പിള്ളേർ കയറി ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുമ്പോൾ അടിച്ചൊഴിവാക്കുക, തല്ലി ഒഴിവാക്കുക, ഒന്നുമല്ലാണ്ടാക്കുക. ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഇതാണോ ജനാധിപത്യം? ഇതിനെ ജനാധിപത്യം എന്ന് പറയാൻ പറ്റുമോ? ഇതിനെ നിങ്ങളുടെ മത്യം എന്ന് പറയണ്ടേ? നിങ്ങൾ തീരുമാനിച്ച പോലെ ലോകം പോവുക, നിങ്ങൾ വിചാരിക്കുമ്പോൾ എക്സാം എടുത്തുക, നിങ്ങൾ വിചാരിക്കുമ്പോൾ ചോർച്ച ചെയ്യുക, നിങ്ങൾ വിചാരിക്കുമ്പോൾ പിന്നെ അത് വീണ്ടും ബാൻ ചെയ്യുക, നിങ്ങൾ വിചാരിക്കുമ്പോൾ അടുത്ത് നടത്തുക.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റൂളിംഗ് എന്ന് പറയണ്ടേ? പണ്ടത്തെ ഹിറ്റ്ലറിൻ്റെ ഭരണം പോലെ നിങ്ങളുടെ ഭരണം എന്നല്ലേ പറയാൻ പറ്റുമോ? ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി നീറ്റ് പരീക്ഷയ്ക്ക് നിന്ന എല്ലാ കുട്ടികളും അതിന് എഗെയിൻസ്റ്റ് സംസാരിക്കും. അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. അല്ലാണ്ട് അവർ വായിൽ തേങ്ങാണ്ടിട്ട് മേലോട്ട് നോക്കിയിരിക്കൂല. അപ്പം അവരവരുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അല്ലെങ്കിൽ അവർ പൊളിറ്റിക്കലി നിൽക്കുന്ന പറയുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ തല്ലിക്കുട്ടി ചവിട്ടിക്കുട്ടി മൂലക്കിട്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, ഞങ്ങൾ സീറ്റിൽ നിന്ന് ഇറങ്ങി പോകില്ല എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്കോ ചേർന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഒരു വീഡിയോ കാണിച്ചു തരാം. एग्जाम दिया था उसमें मार्क्स कितने थे? 619 या 20 तक ऐसे आ रहे थे। अरे अब मुझे बताओ कि ये आपकी ओएमआर शीट है, री एग्जाम की है। हाँ, ये 13 जुलाई को ये ओएमआर शीट हमें उनके ऑफिशियल पोर्टल पे वेबसाइट पे जारी किया जाता है। जो हमारा सीरियल नंबर है इसका, इसमें 772 टाइम्स में है। इसके बाद यहाँ सर 76 के बाद 77 नहीं है। उसके बाद सर 85 2 टाइम्स, 75 के बाद 176 नहीं है, 177 आ गया और 170 2 टाइम्स है। वहाँ यहाँ 170 और यहाँ पे 170 इन्विजिलेटर के सिग्नेचर से हमारे 1:30 बजे दिन में हुआ। जबकि होना नहीं चाहिए, क्योंकि ओएमआर हमें मिलती प्रोवाइड होती है 145 पे। चैलेंज पोर्टल दिया था एनटीए ने, उस पे हमने चैलेंज किया। मेरे ओएमआर में 77 मिसिंग है और 85 2 बार है। लिखने के लिए जगह कम थी, इसलिए 2 का जो है उन्होंने जिक्र किया है। हमारे को दूसरा ഹിന്ദിയിൽ പറ്റ നോളജുള്ള ആൾക്കാരാണോ നിങ്ങൾ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്കും വലിയ നോളജ് ഒന്നുമില്ല. എന്നാൽ ഇത് ഞാൻ കേട്ട് മനസ്സിലാക്കിയതിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നടത്തിയ എക്സാമിൻ്റെ ഇവാലുവേഷനും തെറ്റായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ സർക്കാരിന് മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഈ നീറ്റ് പരീക്ഷയ്ക്ക് മര്യാദയ്ക്ക് നടത്താൻ സാധിച്ചില്ല. അതിൽ കൃത്രിമമായ കള്ളത്തരങ്ങൾ ചെയ്തു. കള്ളത്തരം കൈയോടുകൂടി പൊക്കി കഴിഞ്ഞതിന് ശേഷം അത് റദ്ദാക്കി ചെയ്തതിലും വേറെ കുറേ ഉടായ്പ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി കുട്ടികൾ ഇളകും, പറയും, സംസാരിക്കും, ഒക്കെ ചെയ്യും. ഇതിന് വേണ്ടി ഒരു എഫോർട്ട് കൊടുക്കാണ്ട് ഇതെന്തെങ്കിലും ആയിക്കോട്ടെ, സൈഡിൽ കൂടെ പോയിക്കോട്ടെ, ഞങ്ങളതൊന്നും ബാധിക്കില്ല, ഞങ്ങളെ ഡിഗ്രി സീറ്റ് സെറ്റാന്ന് പറയുന്ന കുട്ടികൾ അതിന് പോകുന്നല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഇതുപോലെ ഇപ്പോൾ ഈ മോളൊക്കെ പറയുന്നത് കണ്ടാൽ അറിയാവുള്ളൂ, വേർഡ് ബൈ വേർഡായി സെൻറ്റൻസായി ലെറ്റർ ബൈ ലെറ്റർ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആൻഡ് ഈ അടുത്ത് ഞാനൊരു ന്യൂസ് കണ്ടു. ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നീറ്റ് പരീക്ഷേൻ്റെ എന്തോ ഒരു സമ്മർദ്ദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എക്സാമിൻ്റെ എന്തോ ഒരു കോംപ്ലിക്കേഷൻ്റെ പേരിലോ ഒരു കുട്ടി പാലത്തുനിന്ന് ചാടിയ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. തോന്നുന്നു ഏതൊരു ബസ് കണ്ടക്ടർ അല്ലോ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഏതോ ഒരു ചേട്ടനാണ് കുട്ടീനെ സഹായിച്ചത്. അത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായിരുന്നു. ഞാൻ അതിൻ്റെ ന്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിൽ വെക്കാം. അപ്പം നമ്മൾ നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ദി ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമായിരുന്നു നമ്മളുടെ ലോകം. അതിൽ നിന്നൊക്കെ മാറി യൂത്ത് വെറും കൂറകളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിലോട്ട് ഇന്ന് എത്തിയിട്ടുണ്ട്. എത്താനുള്ളൊരു കാരണവും ചോദ്യം ചെയ്തത് കൊണ്ടാണ്. ഇന്നത്തെ യൂത്ത് കുറച്ചും കൂടെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർ ഈ വായടച്ച് കേട്ടിരിക്കുകയല്ല. ഇപ്പം ഈ ഒരു സെയിം വിഷയം തന്നെ ഒരു 10 കൊല്ലം മുമ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ചിലപ്പോൾ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നില്ല. കുറച്ച് ഇഷ്യൂസിൽ കൂടെ ഒതുങ്ങിപ്പോവും. പക്ഷേ ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്നും ചോദ്യം ചെയ്യേണ്ട സ്ഥലത്ത് ചോദ്യം ചെയ്യാനും തുടങ്ങിയതോടുകൂടി യൂത്ത് എല്ലാം കൂടെ കോക്രോച്ചായി മാറി എന്നാണ് നമ്മളുടെ സ്വന്തം യുവത്വമെല്ലാം കൂറകളാണെന്ന് പറഞ്ഞ നമ്മളുടെ സ്വന്തം ആളെയാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കണ്ണടയിട്ടിട്ടുള്ള ചേട്ടൻ. ഇത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത്. ദേ ആർ യങ്സ്റ്റേഴ്സ് ലൈക്ക് കോക്രോച്ച് ഹു ഡോണ്ട് ഗെറ്റ് എനി എംപ്ലോയ്മെൻറ്റ് and don't have any place in the profession. Some of them become media, some of them become social media, some of them become RTI activists, some of them become other activities and they start attacking everyone. അപ്പം യുവത്വത്തിന് വേറെ പണിയും തൊലിയും കാര്യങ്ങളും ഒന്നുമില്ല. ഫുൾ ടൈം ഇരുന്നു കൊണ്ട് കുറ്റങ്ങൾ പറയുക, വേറെ പണിയും തൊലിയും കാര്യങ്ങളും ഒന്നുമില്ല. ഫുൾ ടൈം ഇരുന്നു കൊണ്ട് ഇങ്ങനെ കുറ്റങ്ങൾ പറയുകയാണ്, മീഡിയയിൽ പറയുകയാണ്, ചിലർ മീഡിയക്കാരാവുകയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനും ഒരു യൂത്താണ്, ഞാനും ഒരു കുറയാണ്, ഞാനൊരു 1.5 കുറയാന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ വൈ ഡോണ്ട് ദേ ഗെറ്റ് എൻ എംപ്ലോയ്? നിങ്ങളെ പറയേണ്ട വൈ ഡോണ്ട് ആസ് ഗെറ്റ് എൻ എംപ്ലോയ്മെൻറ്റ്? PSC റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ട് PSCൻ്റെ ലിസ്റ്റിൽ വന്നിട്ട് ഇപ്പോഴും പണി കിട്ടാണ്ട് മേലോട്ട് നോക്കി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. യുവത്വങ്ങൾ പഠിച്ചിറങ്ങി വേക്കൻസികൾ അന്വേഷിച്ച് നടക്കുന്ന കാല. ഞാൻ തന്നെ MSWയിലായിട്ട് തന്നെ എൻ്റെ അടുത്ത് തന്നെ ഇപ്പോഴും എടി ജോലി ഉണ്ടോ, എടി വേക്കൻസി ഉണ്ടോ, എടി അവിടെ സീറ്റ് ഉണ്ടോ, നീ എപ്പോഴാണ് ഇറങ്ങുകയാണെങ്കിൽ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ജൂനിയേഴ്സ് അല്ലെങ്കിൽ ജൂനിയറിൻ്റെ ജൂനിയർ അല്ലെങ്കിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് കൊടുത്തുള്ള മക്കൾ വരെ ഉണ്ട്. അപ്പം സർക്കാരിനോ ഇന്നത്തെ പ്രൈവറ്റ് ഫേമിനോ നമ്മളുടെ യൂത്തിനെ പണിയെടുപ്പിക്കാനുള്ള കഴിവില്ല.
പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഡോണ്ട് ഹാവ് എനി പ്ലേസ് ഇൻ പ്രൊഫഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും പേര് പഠിക്കണമെങ്കിൽ, ലിറ്ററസി റേറ്റ് കൂട്ടണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ നിങ്ങൾ എഫോർട്ട് എടുക്കണം, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. കോളേജുകൾ, സ്കൂളുകൾ തുറക്കണം, അവിടെ വിടണം, ചെറിയ പൈസയ്ക്ക് പഠിപ്പിക്കണം. ചോദ്യപേപ്പർ ചോദ്യം ചെയ്യുന്ന അതൊക്കെ അവിടെ കിടക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. അപ്പം അതാണ് കൂറകൾ. പിന്നെ എന്താ, സം ഓഫ് ദം ബിക്കം മീഡിയ. എന്താണ് മീഡിയ? അഭിപ്രായം പറയുന്ന ഒരു മീഡിയ ആണെങ്കിൽ ഞാൻ മീഡിയ. കാരണം അഭിപ്രായം പറയുക എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്, ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്. അപ്പോൾ പിന്നെ നമുക്ക് അഭിപ്രായം പറഞ്ഞൂടെ? യൂത്ത് പറയുമ്പോൾ മാത്രം എന്താ തെറ്റ്? നിങ്ങൾ പ്രായമായ വയസ്സന്മാർ പറയുമ്പോൾ അത് ആഹാ, യൂത്ത് പറഞ്ഞാൽ കോക്രോച്ച്, കൂറ, പിന്നെ എങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുക? എനിക്കറിയില്ല. സം ഓഫ് ദം ബിക്കം സോഷ്യൽ മീഡിയ. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ആവുന്നത്? അങ്ങനെയാണ് എന്നെ നാളെ മുതൽ സോഷ്യൽ മീഡിയ എന്ന് വിളിക്കുക. വി ആർ യൂട്യൂബേഴ്സ്. സം ഓഫ് ദം ബിക്കം ആക്ടിവിസ്റ്റ്. ആക്ടിവിസ്റ്റ് അങ്ങനെയാണ്, തെറ്റ് കണ്ടാൽ തെറ്റിനെതിരെ സംസാരിക്കുന്ന നമ്മൾ ആക്ടിവിസ്റ്റ് ആണെങ്കിൽ യെസ് ഐ ആം ദി ആക്ടിവിസ്റ്റ് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയ സാധനമാണ്. നിങ്ങളൊക്കെ ഭരണത്തിന് വരുന്നതിന് മുമ്പ് അംബേദ്കർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് പറയും. പിന്നെ ജനാധിപത്യ രാജ്യത്ത് ആരും വായടച്ചിരിക്കാൻ പോകുന്നില്ല. ജനാധിപത്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയും. നമ്മൾ പറയുന്നതിനെ അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ അതിന് അതിൻ്റെതായ രീതിയിൽ തിരിച്ച് പറയാൻ പറ്റണം. എന്തുകൊണ്ട് ലീക്കായി, ആര് ലീക്കാക്കിയ വ്യക്തിയെ നിങ്ങൾ എന്തുകൊണ്ട് ആ സീറ്റിൽ നിന്ന് എടുത്ത് കളയുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് നമ്മളതിന് പ്രതിഷേധിക്കുമ്പോൾ വായടച്ചിരിക്കുന്നു? അല്ല, വരൂ, സംസാരിക്കൂ. വേണ്ട, വന്ന് സംസാരിക്കൂ. അവിടെയല്ല അതിനൊരു തീരുമാനം ഉണ്ടാവുക. അങ്ങനെയാണ് ചേട്ടൻ വന്നിട്ട് അങ്ങ് കയറി എല്ലാവരെയും കൂറാന്ന് വിളിച്ചതോടുകൂടി പിന്നെ നമ്മൾ വെറുതെ ഇരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? പുതിയൊരു പാർട്ടി തുടർന്നു, കോക്രോച്ച് ജനതാ പാർട്ടി, കൂറകളുടെ സ്വന്തം പാർട്ടി. അതിൽ യൂത്ത് എല്ലാം കയറി. സോ കോക്രോച്ച് ജനതാ പാർട്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പരിഹാസവും ആക്ഷേപഹാസ്യവും ഭരണകൂടങ്ങൾക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ ആയുധങ്ങളായി മാറാറുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തെ പെട്ടെന്നുണർത്തിയ ഒന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ തലവനിൽ നിന്ന് ഉണ്ടായ ഒരു പരാമർശത്തെ തുടർന്നാണ് ഈ ഡിജിറ്റൽ കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. വെറും ഒരു തമാശയായി തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ 10,000-കണക്കിന് യുവാക്കളും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും ആകർഷിച്ച ഒരു ജനകീയ മുന്നേറ്റമായി ഇത് മാറുകയായിരുന്നു. ഇന്ത്യൻ യുവാക്കളുടെ തൊഴിലില്ലായ്മയും അവരുടെ ആശങ്കകളെയും അഭിസംബോധന ചെയ്യുന്ന ഒന്നായി ഈ പരിഹാസ പാർട്ടി മാറിയത് എങ്ങനെയെന്ന് പരിശോധിക്കുന്നത് സമകാലിക ഇന്ത്യയുടെ രാഷ്ട്രീയ ബോധത്തെ മനസ്സിലാക്കാൻ സഹായിക്കും. ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം 2026 മെയ് 15-ാം തീയതി സുപ്രീം കോടതിയിൽ നടന്ന ഒരു കേസിന്റെ വാദത്തിനിടയിലാണ്. വ്യാജ നിയമ ബിരുദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ചില വാക്കുകളുടെ പരാമർശങ്ങളാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. രാജ്യത്തെ യുവാക്കളിൽ ഒരു വിഭാഗത്തെ അദ്ദേഹം പ്രാണികളായ പാറ്റകളോട് ഉപമിച്ചു എന്നതായിരുന്നു ഉയർന്നുവന്ന പ്രധാന ആക്ഷേപം. സമൂഹത്തിൽ ഒരു തൊഴിലും ലഭിക്കാത്ത, ഒരു തൊഴിലിലും ഇടം കണ്ടെത്താൻ കഴിയാത്ത ചില യുവാക്കൾ പാറ്റകളെ പോലെ പെരുകുകയാണെന്നും അവരിൽ ചിലർ മാധ്യമപ്രവർത്തകരും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും വിവരാവകാശ പ്രവർത്തകരുമായി മാറി മറ്റുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങുകയാണെന്നും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിക്കുകയുണ്ടായി. നീതിയുടെയും സമത്വത്തിന്റെയും കാവലാളാകേണ്ട സുപ്രീം കോടതിയുടെ അമരക്കാരനിൽ നിന്ന് ഇത്തരമൊരു വാക്ക് കേൾക്കേണ്ടി വന്നത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിൽ രഹിതരായ യുവാക്കളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. കടുത്ത മത്സര പരീക്ഷകൾ എഴുതിയും കഠിനാധ്വാനം ചെയ്തിട്ടും ജോലി ലഭിക്കാതെ പോകുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് ഈ പരാമർശമുണ്ടായത് എന്നത് പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടി. ജനാധിപത്യ സംവിധാനത്തിൽ അപ്പം ഏകദേശം എങ്ങനെയാണ് CJP പാർട്ടി ഉണ്ടായത് എന്നുള്ള മനസ്സിലായല്ലോ. അപ്പോൾ ആൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആൻഡ് ഈ പാർട്ടി തുടങ്ങിയിട്ടുള്ള വ്യക്തിയുടെ ഫോട്ടോയും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പർട്ടിക്കുലർ വ്യക്തിയാണ് ഈ പാർട്ടി തുടങ്ങിയിട്ടുള്ളത്. ആളുടെ പേരെന്താണെന്ന് വെച്ചാൽ അഭിജിത്ത് ദീപ്തി. ആൾ വളരെ ആക്റ്റീവായിട്ടുള്ള നമ്മളുടെ സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. പല വിഷയങ്ങളെക്കുറിച്ചും പല പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിനെ കുറിച്ചും സംസാരിക്കുന്ന ആൾ. പുള്ളി ഒരു പാർട്ടി തുടങ്ങുന്നു, ട്വിറ്ററിലൊരു പേജ് തുടങ്ങുന്നു, അതിനുശേഷം ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിൽ. പക്ഷേ ട്വിറ്ററിൻ്റെ പേജ് പഠിച്ചു കളഞ്ഞു, വെബ്സൈറ്റ് പഠിച്ചു കളഞ്ഞു. ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ അതിന് വലിയ ആക്സസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യുവത്വത്തെ അല്ലെങ്കിൽ യൂത്തിനെ കയറിയിട്ട് കൂറകൾ എന്ന് വിളിച്ചു. അപ്പോൾ ഡെഫിനറ്റ്ലി യൂത്തിനൊരു പാർട്ടി തുടങ്ങണം. കാരണം നമ്മൾ ഭരിക്കാൻ വേണ്ടി നമ്മൾ ഡെമോക്രാറ്റിക്കലി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് നമ്മളെ കയറിയിട്ട് കൂറാന്ന് വിളിച്ചത്. അപ്പം നമുക്ക് പറയണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് CJP എന്ന് പറയുന്ന ഒരു കൂറ പാർട്ടി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നമ്മളുടെ കൂറകളുടെ പാർട്ടി ആയിട്ടുള്ള കൂറ പാർട്ടി. ഈ കൂറ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഭരിക്കുന്ന പാർട്ടീനെ കുറിച്ചിട്ട്, ഭരണം നടത്തുന്ന സർക്കാരിനെ കുറിച്ച് ചോദ്യം ചെയ്താൽ നമ്മൾ കൂറകളായി. സർക്കാർ ചെയ്യുന്ന ഈ ചോദ്യ പേപ്പർ കടലാസിനെ കൈയടിക്കുക, പിന്നെ സർക്കാർ ചെയ്യുന്ന എല്ലാ അഴിമതിക്ക് കൈയടിക്കുക, ചെയ്യാത്ത വികസനത്തിന് നേരെ കൈയൊക്കെ അടിച്ചുകൊണ്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ വി ആർ ദി കൂറകളല്ലാത്ത യൂത്തുകൾ.
എന്നെ ചോദ്യം ചെയ്യിച്ചാൽ വി ആർ ദ ഖുറ. അങ്ങനെ ഈ പർട്ടിക്കുലർ വ്യക്തിയാണ് ഈ പാർട്ടി തുടങ്ങുന്നത്. നമ്മളുടെ ഒരുപാട് സെലിബ്രിറ്റി ഫെയിമിലുള്ള രഞ്ജിനി ഹരിദാസ്, ജാൻമോണിദാസ്, നമ്മളുടെ MLA, നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ രാഹുൽ ഗാന്ധി, ഇങ്ങനെ ഒരുപാട് പേര് പങ്കെടുത്തു. ഒരുപാട് കുട്ടികൾ പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതിന് എഗെയിൻസ്റ്റ് അവിടെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തല്ലുപിടിയും ചവിട്ടു ഓടിക്കലൊക്കെ നടക്കുന്നുണ്ട്. യോഗ്യത എന്നത് തൊഴിലില്ലായ്മയായിരുന്നു. അത് സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായതാണോ അതോ സ്വന്തം താല്പര്യം കൊണ്ടുള്ളതാണോ എന്ന് തങ്ങൾ ചോദിക്കില്ലെന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമതായി, ശരീരം കൊണ്ട് മാത്രം മടിയന്മാരായിരിക്കണം, എന്നാൽ തലച്ചോറ് നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം എന്നതായിരുന്നു. മൂന്നാമത്തെ മാനദണ്ഡം എന്നത് ദിവസത്തിൽ കുറഞ്ഞത് 11 മണിക്കൂറെങ്കിലും ഓൺലൈനിൽ സജീവമായിരിക്കണം എന്നതായിരുന്നു. നാലാമതായി, സമൂഹത്തിൽ കൃത്യമായ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കടുത്ത ഭാഷയിൽ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുന്നവരുമായിരിക്കണം. മേൽപ്പറഞ്ഞ യോഗ്യതകൾ ഒറ്റനോട്ടത്തിൽ ഒരു തമാശയായി തോന്നാമെങ്കിലും അവ സമകാലിക ഇന്ത്യൻ യുവാക്കളുടെ വലിയൊരു അവസ്ഥയെയാണ് പ്രതിപാദിക്കുന്നത്. ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ യുവതലമുറ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും ഇന്റർനെറ്റ് ലോകത്തെ അവരുടെ അമിത സാന്നിധ്യവും വ്യവസ്ഥിതികളോടുള്ള അവരുടെ വിയോജിപ്പും ഈ മാനദണ്ഡങ്ങളിൽ കൃത്യമായി നിഴലിച്ചു കാണാം. ജാതിയോ മതമോ ലിംഗഭേദമോ നോക്കാതെ ആർക്കും തങ്ങളുടെ ഭാഗമാകാം എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥിതികളോടുള്ള കടുത്ത വിയോജിപ്പും ഈ ആക്ഷേപഹാസ്യ കൂട്ടായ്മ പ്രകടമാക്കി. ഞാൻ ഇതിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വെച്ചത്. വളരെ വ്യക്തമായി, വളരെ വൃത്തിയിൽ ന്യൂസ് 18 വന്നിട്ടുള്ള, അല്ലെ, ന്യൂസ് 18 കേരളത്തിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ക്ലിപ്പിംഗ് ആണിത്. അപ്പോൾ ഏകദേശം CJP എന്തിനാണ് ഫോം ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇത് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതൊരു കൈൻഡ് ഓഫ് പ്രൊട്ടസ്റ്റ് ആണ് അഗെയിൻസ്റ്റ്. പക്ഷെ എന്നെ ഷോക്ക് ചെയ്യിച്ച കാര്യം, ഇപ്പോൾ CJPയുടെ വെബ്സൈറ്റ് കാണാനില്ല, CJPയുടെ പേജുകളൊന്നും ആക്റ്റീവ് അല്ല. ആൻഡ് ആകെയുള്ളത് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണെങ്കിലും അതിന് ആക്സസോ കാര്യങ്ങളോ അല്ലെ അതിൽ നിന്ന് കുറേ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഒരുപാട് സൈബർ സെല്ല് കേസസ് ഉണ്ട്, പല വ്യക്തികളും, അത് ന്യൂഡിറ്റി ബേസ്ഡ് കേസും ഫോട്ടോ ലീക്കും വീഡിയോ ലീക്കും അതൊന്നും എടുക്കാൻ ഇന്നത്തെ സർക്കാരിന് തിരക്കില്ല. സർക്കാരിന് അഗെയിൻസ്റ്റ് പറയുന്ന ഒരു വെബ്സൈറ്റും കയറി ഒരു ദിവസം കൊണ്ട് റദ്ദാക്കാൻ കാണിച്ച ആ ഒരു ത്വരേനെ എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഡൗട്ട്, ഞാൻ ഇന്ന ടോപ്പിക് ചെയ്യുന്നുണ്ട്, എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിൻ്റെ സൈഡിൽ നിന്ന് മെസ്സേജ് വന്നതാണ്, എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ച സമയത്ത് എന്നോട് വളരെ സിമ്പിളായിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. വീഡിയോ ചെയ്യുമ്പോൾ പാർട്ടിക്ക് അഗെയിൻസ്റ്റ് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും വീഡിയോയും വരെ പലതും ചെയ്യാനുള്ള ചാനലുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ട്, നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ കുറേ AI ഭാഗമായിട്ടും അല്ലാണ്ടും കുറേ സൈബർ ക്രൈംസ് നടക്കുന്നുണ്ട്. അതൊന്നും ഇത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കുന്നില്ലല്ലോ, അതിനൊന്നും ഇതേവരെ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ലല്ലോ, അതിനൊന്നും ഒരു മാറ്റം ഒരു ഇതുമില്ല. പല കേസുകളുടെ ഇൻവെസ്റ്റിഗേഷൻ സൈബർ സെൽ വിചാരിച്ചാൽ പല കേസും പല രീതിയിലുണ്ട്, അതൊന്നും നടക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞത്, ഹൗ ക്യാൻ വി കോൾ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി? അവിടെ ഇന്ത്യയിലുള്ള ജനങ്ങളെ വരെ പുച്ഛിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആൻഡ് പുച്ഛിക്കുന്നത് ഓക്കെ ഫൈൻ, ഈ പുച്ഛിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരവരുടെ അഭിപ്രായം പറയുമ്പോഴേക്ക് അവർ ഏറ്റവും വലിയ തെറ്റുകാരും കുറ്റക്കാരും ആവാണ്. പിന്നെ ഇങ്ങനെ പാർട്ടിയിൽ നിൽക്കാൻ പറ്റും, എങ്ങനെ ഈ പാർട്ടീനെ ബിലീവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഈ പാർട്ടിയിൽ മെമ്പർ ആവാൻ പറ്റും? ജസ്റ്റ് തിങ്ക്. ഇതെൻ്റെ മാത്രം തിങ്കല്ല, നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറയാം. എനിക്ക് തോന്നിയത് കൊണ്ടും എനിക്കിത് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ഇത് എടുക്കാനുള്ള എൻ്റെ ഒരു മെയിൻ റീസൺ ഇത് മാത്രമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്? ഇനി എന്തിനാണ് അങ്ങനെ ഒരാളെ എലക്ട് ചെയ്യുന്നത്? നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നോക്കി നമ്മളങ്ങ് ജീവിച്ച് മുന്നോട്ട് പോയാൽ പോരെ? എന്താണ് ഈ സർക്കാരിൻ്റെ ഖജനാവ് നിറച്ചത് കൊണ്ടോ ടാക്സും അതും ഇതും അടച്ചത് കൊണ്ടൊക്കെ ഈ ലോകത്തുള്ള ആൾക്കാർക്ക് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല, ഒരു കോക്കനട്ടും കിട്ടുന്നില്ല, ഒരു കാര്യമില്ല. എന്നാൽ നമുക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയത്തിന് വേണ്ടി സംസാരിക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ടുണ്ട്, അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ആൾ. കാണിച്ചു തരാം. സോനം വാങ്ചുക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇപ്പോൾ കുറേ ദിവസങ്ങളായി നിരാഹാരം കിടക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിയാണ് ഇതിന് വേണ്ടിയിട്ട് ആകെ നിന്നത്. ഈ വ്യക്തിയുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഒരു പ്രമുഖ ഇന്ത്യൻ എഞ്ചിനീയറും പരിസ്ഥിതി പ്രവർത്തകരും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമാണ്. ലഡാക്കിലെ കഠിനമായ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ സുസ്ഥിര സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തു. ഇദ്ദേഹം ആഗോളതലത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. ഇതാണ് ഈ വ്യക്തിയെ കുറിച്ചുള്ള അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങൾ. പിന്നെ കുറേ ഉണ്ട്. 2009 പുറത്തിറങ്ങിയ പ്രശസ്ത ബോളിവുഡ് ചിത്രം ത്രീ ഇഡിയറ്റ്സിലെ അമീർ ഖാൻ അവതരിപ്പിച്ച കുർസുഖ് വാങ്ങു എന്ന കഥാപാത്രം സോനം വാങ്ങുജിയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. അങ്ങനെ ഈ വ്യക്തിയെ പറ്റി പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ലഡാക്കിലെ കർഷകരുടെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി അദ്ദേഹം ശീതകാലത്തെ വെള്ളം മഞ്ഞ് കുന്നുകളായി ഐസ് ട്യൂബ്സായി മാറ്റി സംരംഭിക്കുന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ഈ പർട്ടിക്കുലർ വ്യക്തിയാണ്. പിന്നെന്താ, ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന രമൺ മാക്സ്
മാഗ്സെയ്സ് അവാർഡ് 2018 ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ ടാഗ് ലൈൻസ് കാണിച്ചു തരാം. അദ്ദേഹമാണ് ഇതിന് വേണ്ടിയിട്ട് ഇത്രയും എഫോർട്ട് ഇട്ട് നടക്കുന്നത്. ഞാൻ ChatGPT നോക്കിയിട്ടല്ല, ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടും അല്ലാണ്ട് മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും അദ്ദേഹത്തിനെ കുറിച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ന്യൂസാണത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇത്രയും ന്യൂസ് അദ്ദേഹത്തെ പറ്റി കിട്ടിയിട്ടും ഇന്ന് ഇങ്ങനെ ഒരു സംഭവത്തിന് നിൽക്കുമ്പോൾ അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ അലമ്പനാണ്, പുള്ളിയാണ് ടെററിസ്റ്റാണ്, നശിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്, ആൻറ്റി നാഷണലിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ താത്തി കെട്ടുന്നുണ്ട്. ഇതിനോടൊക്കെയാണ് എനിക്കൊരു ക്രോസ്. അദ്ദേഹം ഇവിടെ വന്ന് നിന്നിട്ട് പാർട്ടി മുറിച്ച് കളയാനൊന്നുമല്ല പറയുന്നത്. നമ്മളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു അനീതിക്കെതിരെ സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അവിടെ നീതി കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ആ നീതിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ സപ്പോർട്ടായി നിൽക്കുന്നതിന് പകരം മൂപ്പരെന്തോ വലിയ തെറ്റുകാരെന്ന് പറഞ്ഞിടുക. ഇനി മൂപ്പരിൽ തെറ്റ് ഓഫ് സൈഡ് ഉണ്ട്, അതവിടെ വിട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം അത് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അന്ന് തെറ്റുണ്ടായിരുന്ന സമയത്ത് മൂപ്പർ എന്തെങ്കിലും തീരുമാനമാക്കണ്ടേ? അതാണ് ഞാൻ പറയുന്നത്. മനുഷ്യനൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പറഞ്ഞാലോ സംസാരിച്ചാലോ ചോദ്യം ചെയ്താലോ നമ്മളാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റുകാരൻ. രാജ്യത്തെ ആൾക്കാർക്ക് വില കൊടുക്കാത്ത ഒരു രാജ്യവും ഒരു ഗവൺമെന്റും, അതാണ് ഇന്ത്യ. ഡൽഹിയിൽ ഒരു കൂട്ടം സ്റ്റുഡൻസ് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി വോയിസ് ഉയർത്തുന്നു. അവർക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഉത്തരത്തിന് വേണ്ടി അവർ ചോദ്യം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് കേട്ട് സോൾവ് ചെയ്യേണ്ട ആൾക്കാർ പോലീസ് ഗുണ്ടകളെ വിട്ട് അവരെ തല്ലിപ്പിക്കുന്നു, അവരുടെ തലയെല്ലാം അടിച്ചു പൊട്ടിക്കുന്നു. ഇതിൽ എനിക്കിഷ്ടപ്പെട്ടെന്നറിയാവോ? അവർ ഇന്നലെ അടിച്ചപ്പോൾ അവർ വിചാരിച്ചു കാണും ഇന്നെല്ലാവരും തിരിച്ചു പോകുമെന്ന്. പക്ഷെ ഇന്ന് സ്റ്റുഡൻസ് അതിനേക്കാൾ ശക്തിയോടെ തിരിച്ചു വന്നു. അതാണ് സ്റ്റുഡൻസ്. ജസ്റ്റ് സ്റ്റുഡൻസിന്റെ റൈറ്റ്സ് പോലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് പ്രധാനമന്ത്രി, എന്ത് രാജ്യം, എന്താൾക്കാർ? പിന്നെ പലരും ചോദിക്കുന്നുണ്ടോ, മില്യൺസ് ഓഫ് ഫോളോവേഴ്സുള്ള സെലിബ്രിറ്റീസ് എന്താണ് ഇതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാണ്ട് അവരുടെ വിരലുകൾ ഇതിനുവേണ്ടി ചലിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇതുകൊണ്ട് അവരുടെ കരിയർ തന്നെ ഇല്ലാതായാലോ. സോ അവരെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ സിനിമയിലെ ഹീറോസ് ആവാനേ കൊള്ളത്തുള്ളൂ. യങ് ജനറേഷനാണ് ഫ്യൂച്ചർ ഓഫ് നേഷൻ എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ ഡിഗ്നിറ്റിയെ റെസ്പെക്ട് ചെയ്യാനും അവരുടെ കൺസേൺസ് കേൾക്കാനും ആദ്യം പഠിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ജനങ്ങൾ ഫുൾ ഇറങ്ങിയ ഒരു പോലീസിനെ കൊണ്ടും ഒരു നേതാവിനെ കൊണ്ടും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മാറ്റം വരേണ്ട സ്ഥലത്ത് മാറ്റം വരിക തന്നെ വേണം. ഇത്രയും കാലം പല വിഷയത്തെക്കുറിച്ച് പല വ്യക്തികളും സംസാരിച്ചു കൊണ്ടിട്ടുള്ള ഇൻസ്റ്റഗ്രാം റീൽസും സ്റ്റോറീസും പോസ്റ്റും കണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റീലാണിത്. കാരണം ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റിൽ പറഞ്ഞങ്ങ് തീർത്തു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് കാണിച്ചുകൊണ്ട്, നമ്മൾക്ക് വേണ്ടിയാണെന്ന് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ വെറും ഫേക്കാണെന്നുള്ളത് ഇപ്പോഴെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്ട് നിൽക്കുക. മനുഷ്യൻ മാത്രമാണ്. അവിടെ വേറെ എന്തൊക്കെ കൊണ്ടുവന്ന് അതിനെ വേർതിരിക്കാനും ഇനി അതിനെ മുറിക്കാനും അതിനെ മേലെയും താഴെയും ആക്കാനും ശ്രമിച്ചാലും നമ്മളുടെ ശരീരത്തിൽ കൂടെ പോകുന്നതെല്ലാം ഒരേ നിറത്തിലുള്ള ചോര തന്നെയാണ്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇനി ആര് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ജനങ്ങൾ ഒരു കെട്ടാണെങ്കിൽ, ജനങ്ങൾ ഒന്നായി നിൽക്കുകയാണെങ്കിൽ ഒന്നും നടക്കില്ല. ഒന്നും നടക്കാനിട്ട് പോകുന്നില്ല, ഒന്നിട്ട് സംഭവിക്കില്ല. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മളുടെ അധികാരികൾ നമ്മളോട് കാണിക്കുന്ന ക്രൂരതകളെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ തല്ലും അടിയും കുത്തും ചവിട്ടും കിട്ടി മാറേണ്ടതാണോ ഡെമോക്രസി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഈ തരത്തിലുള്ള സിസ്റ്റത്തിനെ ആക്കുക. ആൻഡ് ടു ഓൾ ദ നീറ്റ് ആസ്പിരൻസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലൈഫിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോളാണ്. നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എഫോർട്ട് എടുക്കുന്നുണ്ട്, നിങ്ങളുടെ പെയിൻ, നിങ്ങളുടെ ടൈം എല്ലാം മനസ്സിലാവുന്നുണ്ട്. ബട്ട് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഈ സാധനങ്ങൾ എഫോർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങി ഇത് കാണിക്കുന്നത് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ലോകത്താണെങ്കിൽ അത് കാണിക്കാണ്ട് നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ലിവ് യുവർ ലൈഫ്, ബി ഹാപ്പി, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റല്ല. നിങ്ങൾ പഠിച്ചു, നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, അതിൻ്റെ ഇടയിൽ വേണ്ടാത്ത ഉഡായിപ്പത്തരം, ഞാൻ ആ വാക്ക് പറയുന്നില്ല, അവർ കാണിച്ചു, അത് കയ്യോടുകൂടി പിടിച്ചു. അതുകൊണ്ടുണ്ടായ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളാണ്. വർക്ക്, ട്രൈ യുവർ ബെസ്റ്റ് എഫേർട്ട്. എന്തായാലും സത്യം മാത്രമേ ജയിക്കൂ. ഇനി എത്ര കള്ളത്തരം ജയിച്ചാലും എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ ഇത് പുറത്തു വരും. അപ്പം ടു ഓൾ ദി കോക്രോച്ചസ് എനിക്ക് പറയാനുള്ളത്, ഒരു 10 വർഷം ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് ഈ അപ്പൂപ്പന്മാരുടെയൊക്കെ സീറ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ബിൽഡ് ആൻ ബ്യൂട്ടിഫുൾ കോക്രോച്ച് പാർട്ടി ഇൻ ദിസ് വേൾഡ്.
ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then it's bye bye from Mami Unfiltered and don't forget to subscribe.